ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മിനിയേച്ചർ ആന്തൂറിയം പ്ലാന്റ് ആണ്. റെഡ് കളർ നന്നായിട്ട് ഫ്ലവറിംഗ് ആയി നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ആന്തൂറിയം പ്ലാന്റിനെ സംബന്ധിച്ചുള്ള അധികം വെയിൽ ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ പൂക്കൾ ഒരുപാട് ദിവസം നമ്മുടെ പ്ലാന്റിൽ നിൽക്കുകയും ചെയ്യും. ഈ പൂക്കൾ പോലെ തന്നെ ഇളം ലീഫുകൾ നല്ല റെഡ് കളറിലാണ് വരുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ നട്ടു വളർത്തുന്ന ആന്തൂറിയം ചെടികൾക്ക് അത്യാവശ്യം വെയിൽ വേണമെങ്കിലും ഈ ഒരു മിനിയേച്ചർ ആന്തൂറിയത്തിന് അധികം സൺലൈറ്റിന്റെ ആവശ്യമില്ല. ഈ കാണുന്ന പോലെ നമ്മുടെ ഇതിന്റെ സ്റ്റെമ്മിന് തന്നെ ഇങ്ങനെ വേരുകൾ ഒരുപാട് ഇങ്ങനെ നിലത്തേക്ക് പോകാറുണ്ട്. കണ്ടോ, ഞാനൊരു ഗ്രോ ബാഗിനുള്ളിലാണ് ഈ ഒരു പ്ലാന്റ് നട്ടേക്കുന്നത്. ഒരുപാട് വേരുകൾ ഇതുപോലെ ഇങ്ങനെ നിലത്തേക്ക് പോയിട്ടുണ്ട് നമ്മുടെ പ്ലാന്റിൽ നിന്ന്. അപ്പോൾ ആന്തൂറിയം പ്ലാന്റ്സ് നമ്മൾ നടുമ്പോൾ മെയിനായിട്ടും ഉണങ്ങിയ ചാണകപ്പൊടിയും അതുപോലെ മസ്റ്റായിട്ട് ചകിരിച്ചോറ് ഇട്ട് വേണം പോട്ട് ചെയ്യാനായിട്ട്. എങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ഒരുപാട് ദിവസം ഈ പൂക്കൾ നമ്മുടെ പ്ലാന്റിൽ നിൽക്കുകയും ചെയ്യും. അതായത് എൻ്റെ കയ്യിലുള്ള അടുത്തൊരു വെറൈറ്റി ആന്തൂറിയം പ്ലാന്റ് ആണ്. ഇതും മിനിയേച്ചർ പ്ലാന്റ് ആണ്. ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ പൂക്കൾ വരുന്നത്. ആന്തൂറിയം പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് മിക്ക പ്ലാന്റ് നഴ്സറികളിൽ ഇതെല്ലാം വാങ്ങിക്കാനായിട്ട് അവൈലബിളും ആണ്. ഈ പൂക്കൾ ഒരുപാട് ദിവസം നിൽക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് തവളക്കുട്ടന്മാരൊക്കെ അതാ ലീഫിലൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ആന്തൂറിയം ചെടികൾ പൊതുവെ ഇതുപോലെ ഇങ്ങനെ വേരുകൾ നിറഞ്ഞു വരും. അതുപോലെ തന്നെ സൈഡിൽ നിന്ന് ഇങ്ങനെ തൈകളും വന്നുകൊണ്ടേ ഇരിക്കും.